SFI ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനയെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നൃത്താധ്യാപകൻ ഷാജിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ SFI ആണ്. SFIയുടെ ഇടിമുറികൾ അടച്ചു പൂട്ടണമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിലേക്ക് അധികാരങ്ങൾ ചുരുക്കാനാണ് മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സർവകലാശാലകളും ക്യാമ്പസുകളും ഭരിക്കുന്നത് SFI ഗുണ്ടകളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് പിന്നാലെ ലക്ഷണമൊത്ത ഭീകര സംഘടനയായി SFI മാറിക്കഴിഞ്ഞു എന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷനും വ്യക്തമാക്കുന്നത്. നൃത്താധ്യാപകനായ ഷാജിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ SFI ആണെന്നും എംപ്ലോയീസ് യൂണിയൻ ഓഫീസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഇടിമുറി അടച്ചുപൂട്ടണമെന്നും പറഞ്ഞ അദ്ദേഹം കേസിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും കുറ്റപ്പെടുത്തി. നിയമവിരുദ്ധമായിട്ടാണ് സർവകലാശാല ക്യാമ്പസിൽ സെനറ്റിന്റെ മുറിയിൽ ഒരു അനധികൃതമായ SFI ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ SFI ഓഫീസ് എംപ്ലോയീസ് യൂണിയന്റെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടാണ് ഗുണ്ടകൾ അവിടെ ആയുധങ്ങൾ സംഭരിക്കുന്നതും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അടിയന്തരമായി സർവകലാശാല ക്യാമ്പസിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇടിമുറി SFIയുടെ ഓഫീസായി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് യൂണിയന്റെ ഓഫീസ് അടച്ചുപൂട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. തുടർച്ചയായിട്ടാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും നടക്കുന്നത്. SFI ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായിട്ട് മാറിയിരിക്കും. സമ്പൂർണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ. സർക്കാരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത്. സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. SFI ഒരു ഭീകരവാദ പ്രസ്ഥാനമായി. സമ്പൂർണ്ണ നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ. മുഖ്യമന്ത്രിയും മരുമകനും മാത്രം ചേർന്നുള്ള കൈയിട്ടുവാരൽ ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. മരുമകനെ എല്ലാ അധികാരങ്ങളും ഏൽപ്പിക്കാൻ വേണ്ടിയാണ് മുതിർന്ന നേതാക്കളെ നേരത്തെ CPM മാറ്റി നിർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള പല മന്ത്രിമാരെയും മാറ്റിയത് എന്തിനാണെന്ന് ഞാൻ പറയാം. അത് മരുമകന് എല്ലാ അധികാരങ്ങളും കൈമാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അമ്മായിയപ്പനും മരുമകനും ചേർന്നുള്ള ഭരണമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ. എല്ലാ വകുപ്പുകളും കൈയിട്ട് വാരുന്നത് മുഹമ്മദ് റിയാസാണ്. മുഖ്യമന്ത്രിയുടെ അധികാരം മുഴുവൻ മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത്. എല്ലാ വകുപ്പുകൾ, ബാക്കി മന്ത്രിമാരൊക്കെ വെറും നോക്കുകുത്തികളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ നടത്തിയ റാലി വൻ വിജയമാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇനിയും നിരവധി പേർ BJPയിലേക്ക് വരുമെന്നും K. സുരേന്ദ്രൻ തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനം, തൃശൂർ.